ഞാൻ കുറച്ച് ഒരു 2 വർഷം മുന്നത്തെ ഇന്റർവ്യൂ കണ്ടു, മൈ സാൻഡയുടെ സമയത്തുള്ള ഇന്റർവ്യൂ. അപ്പോഴും ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടിരുന്ന് സംസാരിക്കുന്നത്. ആരെയാ ഇങ്ങനെയൊക്കെ ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടൊക്കെ സംസാരിക്കാനായിട്ട്? അമ്മയാണോ അച്ഛനാണോ ഇങ്ങനെ കറക്റ്റ് അഡ്വൈസുകളും ക്ലാസ്സും ഒക്കെ തരുന്നത്? എനിക്കറിയില്ല, ഞാൻ മെച്ചുവേർഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അല്ലേ? മാളികപ്പുറത്തിന്റെ പ്രൊമോഷന്റെ സമയത്ത് ഇംഗ്ലീഷിൽ ഒരു സ്പീച്ച് ഒക്കെ കൊടുക്കുന്നത് കണ്ടു. അതെ, അതൊക്കെ കാണാതെ പഠിച്ചതോ അതോ അപ്പോ വന്നതുപോലെ പറഞ്ഞതോ? കാണാതെ പഠിച്ചു. എന്നെ അമ്മ എനിക്ക് പഠിപ്പിച്ചരും, എന്നെ അമ്മയും അമ്മൂമ്മയൊക്കെ പഠിപ്പിച്ചരും. അപ്പം നമ്മള് അത് പഠിക്കും. അന്ന് ഉച്ചക്കാണ് ഞാൻ പഠിച്ചത്, എന്നിട്ട് ഈവനിങ് പറഞ്ഞു. ആണ് ഈ സ്കാനർ ആണെന്ന് ഞാൻ അറിഞ്ഞു. അതായത് തന്നാ മതി, അപ്പൊ തന്നെ സ്കാൻ ചെയ്യുന്നു, എല്ലാം ബൈ ഹാർട്ട് ചെയ്യുന്നു, പറയുന്നു. എന്തൊരു കഴിവായത്! അതെങ്ങനെ? അതാണ് ബുക്സ് റീഡ് ചെയ്താലുള്ള ഗുണം. ഓ റിയലി? അങ്ങനെ നന്നായിട്ട് വായിക്കുന്ന ആളാണോ? ഞാൻ വായിക്കും. എനിക്കൊരു കുഞ്ഞു ലൈബ്രറി ഉണ്ട് വീട്ടില്. അതെ. അപ്പൊ ആസ് ഓഫ് നൗ എത്ര ബുക്കൊക്കെ വായിച്ചു തീർന്നിട്ടുണ്ടാവും? കൊറേ ഉണ്ടാവും. ഇതാരാ ഈ റീഡിംഗ് ഹാബിറ്റിലൊക്കെ? അമ്മയാണോ കൂടുതൽ ഹെൽപ്പ് ചെയ്യുക, അച്ഛനാണോ? എല്ലാരും, രണ്ടുപേരും. എന്റെ ഫുൾ ഫാമിലി, എന്റെ വല്യമ്മയും എന്റെ അമ്മയും എന്റെ അമ്മൂമ്മയും എന്റെ അച്ഛനും എല്ലാരും ഹെൽപ്പ് ചെയ്യും. ആണ്. നല്ലൊരു മിടുക്കി പാട്ടുകാരിയാന്ന് എനിക്ക് മനസ്സിലായി. അത്ര നന്നായിട്ട് പാടൊന്നും പാടൂല ഞാൻ. എന്നാലും കല്ല് പാടുന്നു. കല്ലൂന്ന് എന്റെ വായില് വരുന്നുണ്ടോ? ദേഹു പാടുമ്പോ അതിനകത്ത് ഒരു തെറ്റും കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നില്ല. ഒരു പാട്ട് പാടോ? അന്ന് ഞാൻ ഞങ്ങളുടെ സിനിമയിൽ നങ്ങിലിപ്പൂവായിരുന്നു പാട്ട്. അത് പാടിയാണ്. നങ്ങിലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചെങ്ങാതി വാവേ നിന്നോടു കൂടെ കണ്ണായി ഞാനില്ലേ, ചെറുനാട്ടുപാതകളിൽ കനവിന്റെ മാമലയിൽ തളരാതെ നീ ചുവടേരവി തണലായി ഞാനരികെ. ഇടുക്കിയാണ് കേട്ടോ. എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഡാൻസ് കളിക്കാൻ പറഞ്ഞ ഡാൻസ് കളിക്കുക, പാട്ട് പാടാൻ പറഞ്ഞ പാട്ട് പാടാ, പഠിക്കുന്ന കാര്യത്തിൽ എല്ലാത്തിലും ഭയങ്കര മിടുക്കി. ഞാൻ പഠിക്കുന്നുണ്ട്. വെസ്റ്റേൺ മ്യൂസിക്കും വെസ്റ്റേൺ ഡാൻസും ഭരതനാട്യവും സ്വിമ്മിങ്ങും പിയാനോ. ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോ? ഇതിനൊക്കെ കൂടെ സമയമുണ്ടോ? ഇപ്പൊ ഈ പ്രൊമോഷൻസും സിനിമയും എല്ലാം കൂടെ ആയിട്ട് ഇതിനൊക്കെ സമയം കിട്ടുന്നുണ്ടോ? ചില സമയം സിനിമയ്ക്ക് പോകുമ്പോൾ പറ്റൂല. പിന്നെ ആകെ 2 മാത്രമേ ഓഫ്ലൈൻ ഉള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല, ബാക്കിയെല്ലാം ഓൺലൈനിൽ മാനേജ് ചെയ്യാലോ. സ്വിമ്മിംഗ് പിന്നെ നമുക്ക് ഓഫ്ലൈൻ നടക്കുന്ന കാര്യമല്ലല്ലോ. സ്വിമ്മിംഗ് പിന്നെ എനിക്ക് ഈസി ആണെന്ന് വെച്ചാൽ എന്റെ വീടിന്റെ തൊട്ട് മുമ്പിൽ പുഴയാണ്. പുഴയാണോ? അച്ഛനാണോ പഠിപ്പിക്കുന്നത്? അല്ല, ഞാൻ പഠിച്ചതാണ്. പക്ഷെ അച്ഛനും അമ്മയുടെയും കൂടെ ഒക്കെ ഒരു രസത്തിന് നീന്താൻ പോകും. ആണ്. ഈ സിനിമയുടെ സമയത്ത്, മാളികപ്പുറത്തെ സമയത്ത് ശ്രീപദ് നിങ്ങളെയൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ അറിയാൻ ഇഷ്ടം. അത് കുഴപ്പമില്ല, ഞങ്ങള് കേട്ട് നമുക്ക് അറിയാം. അതല്ലേ? ഈ ശ്രീപദിന്റെ കൂടെ തല്ലൊക്കെ പിടിക്കുമായിരുന്നോ അതോ അവിടെ ഭയങ്കര മെച്ചോർഡ് ആയിരുന്നോ? അവിടെ ഫ്രണ്ട്സ് ആയി എന്തായാലും തല്ല് പിടിക്കും, ഒരു 1-2 മിനിറ്റിന് തല്ല്, അല്ലാതെ ബിഗ് ആയിട്ടൊന്നും പോകില്ല. ഇല്ല, അങ്ങനെ ബിഗർ ഇഷ്യൂസ് ഒന്നും ഇല്ല അല്ലേ? ഞങ്ങൾ തമ്മിലുള്ള കൊച്ചു കൊച്ചു ഇഷ്യൂസ്.